വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലൊത്തുവാൻ മോഹം. മരമൊന്നുലൊത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഞാൻ ഇടി നടക്കാൻ പോണേ. ഇപ്പോഴല്ലേ
ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ജിഷിമോൾ, രണ്ടാം സ്ഥാനം ശ്രീജ. കുട്ടികളുടെ കസേരകളി മത്സരം ആരംഭിക്കുകയാണ്. പഴംപരിക്ക് ഇടികൂടുന്നവർ ദയവ് ചെയ്ത് കസേരയുടെ അടുത്തേക്ക് വരേണ്ടതാണ്. ആൺകുട്ടികളുടെ മത്സരം ആരംഭിക്കുകയാണ്. അശോക ആ മാസ്ക് എടുത്ത് പോക്കറ്റിടും. അറിയില്ല
ജെഫിനല്ലേ? അറിയില്ല. രണ്ട് കുടവന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒരു കസേരയ്ക്ക് വേണ്ടി ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ ജെഫിൻ ലൈജു ബലം പിടിക്കരുത്, സ്പൂൺ അടിയും. മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അങ്കിളുമാരുടെ തെറ്റിപ്പോയി, അങ്കിളുമാരുടെ അവന്റെ പോയി ചൂടെത്തിയിരിക്കുന്നു. രണ്ടുപേര് ജോഡും ബിജു പുറത്താള് കൈ വെക്കണോണ്ടാ. കണ്ണട വെച്ച ഇവിടെ ഒരാള് എന്റെ കണ്ണ് ആ നൂല് പൊട്ടിച്ച് കളകടിച്ച് ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. നല്ല കാര്യമുണ്ട് ഇതിലേ ശ്രീജ വീട്ടിൽ പോയി ചെയ്തെന്ന് വരാന്ന് പറഞ്ഞാണ്. ശ്രീജ ആദ്യത്തിൽ സൂചി 5 സൂചികളോ ശ്രീജ അടി ശ്രീജ നല്ല രസം. Yes. 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 എടാ ഇതെടുത്തിട്ടിരിക്കണേ. എടാ നീ ഇവിടെ തൊട്ടാ മതി. യെസ് അതെ. ദർശനം ഈ ദാസരിലേകിടൂ പരിമളനിയലാം ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേകിടൂ. അടുത്തത് സ്വാഗതമാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ അഡ്മിൻ സലി അവരുടെ വേദിയിലേക്ക്. ബഹുമാനപ്പെട്ട ചങ്ങായക്കൂട്ടത്തിലെ എൻ്റെ എല്ലാ സഹപാഠികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയ ചങ്ങായി ഫാദർ ജോൺസൺ തൗണ്ടയിൽ. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ ഉദ്ഘാടകനായ നമ്മുടെ പ്രിയ ചങ്ങായി കണ്ണമാലി CI ഷിജു PS ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
അടുത്ത മറ്റു ചങ്ങായിമാർ നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഡ്മിൻ ലിക്സൺ, ശ്രീജ, മറ്റു ചങ്ങായിമാർ ധന്യമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയ ചങ്ങായിമാർ എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്ത് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാറ്റിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ചടങ്ങ് ആദ്യമേ തന്നെ അവിടെ നടത്തിയതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയ ചങ്ങായി ഷിജു PS-നെ വേദിയിലേക്ക് ക്ഷണിച്ചുള്ളൂ. ബഹുമാന്യനായ നമ്മുടെ സഹപാഠി ഫാദർ ജോൺസൺ തവണ്ടയിൽ, പ്രിയപ്പെട്ട ലിക്സൺ, ശ്രീജ, സലി, മറ്റ് സഹപാഠികളെ, കൂട്ടുകാരെ, ഇപ്പോൾ തന്നെ 1 മണിക്കൂർ താമസിച്ച് തുടങ്ങിയ ഈ പരിപാടിയിൽ കൂടുതൽ നേരം പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. ഇത് കഴിഞ്ഞുള്ള ആക്ടിവിറ്റീസിലേക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഈ നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് അടുത്ത പരിപാടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൂടുതൽ പ്രസക്തി. അതുകൊണ്ട് ആദ്യം സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോയി ഒരു ബോറടിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൻ്റെ അറ്റൻഡൻസിൽ അസാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്, ഫാദർ ഫ്രെഡി. ഫാദർ ഫ്രെഡിയുടെ ഫ്രെഡിയുടെയും സോണിയുടെയൊക്കെ ഒരു ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയ ആ ഒരു ചങ്ങായിക്കൂട്ടമാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഫ്രെഡിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. എന്തായാലും ഡിസംബർ 21 ഇങ്ങനെ നമ്മളെ 1ാമത്തെ ഫങ്ഷൻ്റെ ഒരു വാർഷികം ആയിട്ടും നമ്മളിപ്പോൾ 31 വർഷം ആഘോഷിക്കുന്ന നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 31 വർഷമായി. അപ്പോൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനാവട്ടെ, നമ്മുടെ കൂട്ടായ്മയ്ക്കാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ചങ്ങായിമാരെ, നമ്മൾ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ പടിയിറങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. ഒരുമിച്ച് കൂടുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സൂചിയും നൂലും കോർത്തപ്പോഴാണ് നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ ആധിക്യം നോക്കൊക്കെ പിടികിട്ടി തുടങ്ങിയത്. അപ്പോൾ നമ്മളൊക്കെ ഒരുവരൊക്കെ ആയി തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതയാത്രയിൽ ഇങ്ങനെ ഒന്ന് കൂടാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ മനസ്സിലിങ്ങനെ ഓർത്താണ്, നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ഓർമ്മ വരുമായിരിക്കും. ഒരു പാഠമാണ്, റോക്കോൾ വാസ് എ മൈസർ, ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, ഹി വെന്റ് ടു ലെസ് പിക്ക് അപ്പ് എ ഡാമേജ് വെജിറ്റബിൾ ആൻഡ് ഈറ്റ് കാറ്റ് മീറ്റ് എന്ന് പറയുന്നൊരു സാധനം. ഇത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല, കാരണം അന്ന് പഠിച്ച സമയത്ത് എഴുതി വെച്ചതാണ്. ആകെ ഇംഗ്ലീഷ് ഈസാണോ വാസാണോ വേറെ ആണോ എഴുതേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരുന്ന സമയത്താണ് അത് പഠിച്ചത്. പക്ഷെ അത് പഠിച്ച് എഴുതിയ സമയത്ത് പറയാനറിയാമായിരുന്നു, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാണ്. പക്ഷെ എഴുതി വെക്കണതായതുകൊണ്ട് ഈ റോക്കോളൊന്നും ഉൾപ്പെടെ സംഗതി തെറ്റിപ്പോയി. കാരണം എഴുതിയിട്ട് അങ്ങോട്ട് റോക്കോൾ എഴുതിയിട്ട് ആറും ഓയും ഒക്കെ എവിടെയാണെന്നുള്ളതൊരു പ്രശ്നം, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ട് കംപ്ലീറ്റ് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ, അതിലേറ്റവും നല്ല കുറെ നല്ല നിമിഷങ്ങൾ, ഇതൊക്കെ വീണ്ടും ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളാകാനായിട്ട് പരിശ്രമിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കുറെ കൂടിയൊക്കെ കുട്ടിത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് കുറെ കൂടി നല്ലത്. കാരണം ജീവിതം എപ്പോഴും ഓരോ ചൂട് കഴിയും തോറും ഭാരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും വ്യത്യാസം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ജീവിതം ഓരോ ദിവസം കഴിയുന്നതോറും ഭാരപ്പെടുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതം ഓരോ ദിവസം കഴിയും തോറും ഭാരപ്പെട്ട് വരുന്ന ജീവിതമാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ഈ മക്കളെ പറ്റിയുള്ള ആദി തുടങ്ങും. മക്കളുടെ ആദി കഴിഞ്ഞ് പേരക്കിടാങ്ങളെ പറ്റിയുള്ള ആദി തുടങ്ങും. ഇങ്ങനെ ആദികളിൽ നിന്ന് ആദികളിലേക്ക് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇതുപോലുള്ള സമയങ്ങളൊക്കെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട്
കാത്തിരിക്കുന്നത് സന്തോഷിക്കാനായിട്ട് അവസരമായിട്ട് നമ്മൾക്ക് കൈമുതലായി വന്നു ചേരുന്നു. അതുകൊണ്ട് ഈ അവസരങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ വന്നതാണ് മരണഫണ്ട്. ഒരുപക്ഷെ ഞാൻ മരണഫണ്ടിന്റെ നിയമാവലിയൊക്കെ വായിച്ച സമയത്ത് ഒരു മറ്റേത് മരണഫണ്ടിലും കാണുന്നത് പോലുള്ള ഇത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അതൊരു തരം ഒരു ബോണ്ടാണ്, നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തുന്നതിന് ഒരു സഹായമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴേ അതിനോട് ഒരു ചോദ്യമില്ലാതെ ഞാൻ അതിനെ സമ്മതിച്ചു. അപ്പോൾ ആ കാര്യത്തിൽ ആകെയുള്ള നമ്മുടെ ഒരു ഫണ്ടാണ്. സാധിക്കുന്നവരൊക്കെ അതിൻ്റെ അകത്ത് ചേരുക. അത് നമ്മുടെ നിലനിൽപ്പിന് കൂടി ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, സന്ദർഭവശ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയണം. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ്, വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ്. ആ ഒരു കാര്യം ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഇപ്പോഴും പരസ്പരം ഒന്ന് കാണുമ്പോഴും നമുക്ക് പരസ്പരം ഒരു സൗഹാർദ്ദം പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു, സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു വേദി ഉള്ളത് കൊണ്ടാണ് അങ്ങും ഇങ്ങും ഒന്ന് കാണുമ്പോൾ ഒന്ന് ചിരിക്കാനെങ്കിലും ഒക്കെ പറ്റുന്നത്. ഇവരെയൊക്കെ ഇരിക്കുന്ന നമ്മൾ അങ്ങും ഇങ്ങും പരസ്പരം കാണാതിരുന്നിട്ടൊന്നുമല്ല, ഇതിനു മുമ്പും കാണുന്നുണ്ടായിരുന്നു, വഴിയിലൂടെ അങ്ങും ഇങ്ങും പോകുമ്പോഴൊക്കെ കാണുന്നുണ്ടായിരുന്നു. ചിലരെയൊക്കെ ഇപ്പോൾ കൂടിയതിനു ശേഷമാണെന്ന് കണ്ടതിന് ശേഷം ഇപ്പോൾ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങി. അതിനുമുമ്പ് ചിരി പോലും ഇല്ലായിരുന്നു. എനിക്ക് പലരെയും കാണുന്നുണ്ടായിരുന്നു, പക്ഷെ കൂടെ പഠിച്ചതാണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. നല്ല ഒരു വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് എവിടം വരെ എത്തിയെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ ഒരുമയോടുകൂടെ, കൂടുതൽ സൗഹാർദ്ദത്തോടുകൂടെ, കൂടുതൽ സ്നേഹത്തോടുകൂടെ, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന നല്ല സന്ദർഭമായി ഈ കൂട്ടായ്മ വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 2019 ഓഗസ്റ്റ് 14 രക്ഷാധികാരി ഫാദർ ഫ്രെഡി മനസ്സിൽ കണ്ട സ്വപ്നം ഡിസംബർ 21-ാം തീയതി നമ്മളുടെ കൂട്ടായ്മയുടെ ഫലമായി 130-ൽ പരം ചങ്ങായിമാരും അവരുടെ ഫാമിലിയും നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരും ഏകദേശം 30ഓളം അധ്യാപകർ നമ്മൾ പഠിച്ച സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ മാവൻചോട്ടിൽ ഒത്തുചേരുകയും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സൈക്കിൾ ബേ സമ്മാനിക്കുകയും വിവിധ കലാപരിപാടികളോടുകൂടി ഭക്ഷണം കഴിച്ച് സന്തോഷമായി പിരിഞ്ഞു. തുടർന്ന് നമ്മളിൽപ്പെടുകയും ഷിജു PS പറഞ്ഞ അഭിപ്രായത്തിൽ കൂടിയ മീറ്റിംഗിൽ ചങ്ങായിമാർ നൽകിയ സംഭാവനകൾ സ്വരൂപിച്ച് ഓരോ വർക്കുകൾ നമ്മുടെ ചങ്ങായിമാർ ഏറ്റെടുത്ത് നടത്തിയതിനാൽ 2.5 മാസം കൊണ്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അവിടുത്തെ മെമ്പറിൻ്റെയും എല്ലാ ചങ്ങായിമാരുടെയും സാന്നിധ്യത്തിൽ ഫാദർ ജോൺസൺ, ഇതിൽ ഷീജൻ മരപ്പണി, സുരേഷ് MK പെയിൻറ്റിങ്, റോയ് കുഴുവേലി വർക്ക് ലേബർ, ആനണി CR ടൈല്, ജോസ് 50,000 രൂപ ബാലൻസ് പ്രവർത്തന ഫണ്ടിലേക്ക് എടുക്കുകയും ചെയ്തു. ഫാദർ ആനണി VT ജീജനച്ചൻ നൽകിയ സ്വീകരണ ചടങ്ങിൻ്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ മനസ്സിലേക്ക് നമ്മളുടെ സൗഹൃദത്തിൻ്റെ ഒരു നിറച്ചാർത്തായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ചങ്ങായിക്കൂട്ടം കഴിഞ്ഞ ഡിസംബർ 21, 2019 ഡിസംബർ 21 നമ്മൾ ആ ഒരു സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ ഹാളിൽ ചേർന്നതിൻ്റെ ഒരു വാർഷികമായിട്ട് നമ്മളിവിടെ അന്നത്തെ പോലെ അത്ര പ്രൗഢമായ ഒരു സദസ് അല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു ചങ്ങായിക്കൂട്ടത്തിൻ്റെ ആ ഒരു അന്തസ്സത്ത്, ആ ഒരു എന്താണ് ആ ചങ്ങായിക്കൂട്ടം എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്രയും പേരെങ്കിലും നമ്മളിവിടെ ഒത്തുചേർന്നത് വളരെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് മനസ്സിന് കുറേയൊക്കെ പ്രത്യാശ നൽകുന്നുണ്ട്. ഇപ്പോൾ ജോൺസൺ പറഞ്ഞതുപോലെ നമ്മൾ കൂടുന്നത് നമ്മളുടെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം, നമ്മളുടെ എല്ലാവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, നമ്മളുടെ ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം. ആ ഒരു സന്തോഷത്തിന് ഈ ചങ്ങായിക്കൂട്ടത്തിൻ്റെ ഈ ഒരു ഒത്തുചേരൽ പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. ചേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങളെന്ന് ചുമ്മാ ഒരു ഇതിൽ പറഞ്ഞാൽ ഇപ്പൊ ഇലക്ഷൻ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റൻ്റെ ക്ഷമിക്കുക. ഷിജു PS ആൻഡ് സലി ആൻഡ് ലക്ഷൻ എനിക്കിവിടെ തന്നിരിക്കുന്നത് ആശംസയാണ്. ശ്രീജ ഉണ്ട്, അതുകൂടാതെ ഇവിടെ ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും എൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ അറിയിക്കുന്നു. സോറി, രാഹുൽ ഗാന്ധിയോ മോദിയോ നേരിട്ട് വിളിച്ചാലേ ഞാൻ ഇലക്ഷൻ നിൽക്കുള്ളൂ. ഇതുപോലെ നമ്മുടെ ഈ മീറ്റിംഗ് ഇപ്പോൾ ഓൾമോസ്റ്റ് 46-47 ആയി. ഒരു 30 കൊല്ലം കൂടി ഇങ്ങനെ തന്നെ
ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. 30 വർഷം കൂടി എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതുള്ളൂ. 30 നമ്മൾ ഒന്നിച്ച് കൂടണം എന്നാണ് എൻ്റെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് എന്നാണ് പ്രാർത്ഥന. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാവണം. ചെറുപ്പമായിരിക്കില്ല, എല്ലാവർക്കും വയസ്സാവും. 5 മിനിറ്റ് ടൈമല്ലോട്ടാ. മയക്കെന്ന് പിടിയല്ലേ? മയക്കെന്ന്. കഴിഞ്ഞ വർഷം ഗുരുവന്ദനം പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഒരു ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛ, ഷിജു, അഡ്മിന്മാരെ, ശ്രീജ, എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ന് വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ചങ്ങായിക്കൂട്ടത്തിൻ്റെ ഈ ഒരു ദിവസം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും വളരെയേറെ തിരക്കുകളുള്ള വ്യക്തികളാണ്. എന്നാലും നിങ്ങളൊക്കെ ചങ്ങായിക്കൂട്ടത്തിന്റെ ബട്ടർഫ്ലൈസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പറയാനൊന്നും എനിക്കറിയില്ല. ഷിജിത്ത് 2 വാക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് പറയുന്നത്. ഈ വർഷമിൽ എല്ലാവരെയും ഇതുപോലെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അടുത്ത വർഷങ്ങളിലും എല്ലാവരെയും ഇതുപോലെ ആരോഗ്യ സൗഖ്യത്തോടുകൂടി കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അവരുടെ പിന്നെ നമസ്കാരം. പിന്നൊന്നില്ല. അപ്പൊ അങ്ങനെ തന്നെ മതി. എല്ലാവർക്കും സ്വാഗതം. സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ ഒന്നിച്ച് ചേരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. 18 ബാച്ചിലെ ചങ്ങാതിമാർക്ക് ரொம்ப நன்றி சொல்லி நான் என்னுடைய വേദിയിൽ ഉட்கார்ந்திருക്കുന്ന സഹപാഠികളെ, കാവലത്തുறை അധികാരി പിന്നെ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ഒരു കൂട്ടായ്മയാണെങ്കിലും വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ ഒരു സുഹൃത്ത് വലയത്തിൽ സാധിച്ചതിൽ ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മളുടെ ഈ കൈകോർത്തുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരുവാനായിട്ട് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം. കാരണം നമ്മള് ഇത്രയും പേരെ, കാരണം ആ ഒരു സീതാവുന്ന ഒരു കഥാപാത്രം, കാരണം സത്യം പറയാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ആകെ ഒരു പാട്ടേ പാടിയിട്ടുണ്ട്. എന്റെ യുവജനോത്സവത്തിലെ ഒരു പാട്ട് ജസ്റ്റ് പറയാമോ? കരളിലെ അനുരാഗം നീ തൊടുകുറിയും കാറ്റേ. ഉദ്ഘാടകൻ ഷിജു PS, സ്വാഗതം പറഞ്ഞ സലീം, അഡ്മിൻ ലിക്സൺ, പ്രിയ ചങ്ങായിമാരെ, കഴിഞ്ഞ ഡിസംബർ 21-ാം തീയതി നമ്മൾ കൂടിയതിൻ്റെ 1-ാം വാർഷികം ഇന്ന് കല്ലഞ്ചേരിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. എനിക്ക് മുന്നേ സീത തകർത്തിട്ട് പോയ ഒരു വേദിയാണിത്. ഇവിടെ വന്ന എല്ലാവർക്കും ഈ 1-ാം വാർഷികത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി ചങ്ങായിക്കൂട്ടം. ഒരു നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ ഈ മുഹൂർത്തം നമുക്ക് ഒന്ന് ഭംഗിയാക്കാം. സെൽഫി എടുക്കാണ്ട് സെൽഫി കിട്ടും. ഒരു ആദരവ് കൂടി ഉണ്ട്. പോലെ സലിയും ലിക്സനും കൂടി അഡ്മിൻ എന്ന നിലയിൽ ഷിജു PS ആദരിക്കുകയാണ്. ഒരു കൈയടി കൂടി. ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതെല്ലാം വായിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ബുക്ക്
ശിശിരം തോണിയിലേറി മുനി തോണിപ്പാടിയിൽ ചെന്നങ്ങിരുന്ന് തകത്തയ്യ കാളിതുഴയെടുത്ത് അഞ്ഞു വലിച്ചുടം തള്ളി നീക്കി തകത്തയ്യ ചഞ്ചലാക്ഷി മണിയാകിയ കാളി ചഞ്ചലാക്ഷി മണി ആകിയ കാളി ചേലോടെ തോണി തുഴയുന്ന കത്ത് കാവ്യവസ്ത്രം ധരിച്ച മഹാമുനി പാടെ പരിസരബോധം മറഞ്ഞു കാളിയാം പെണ്ണിനോടായി കാര്യമൻ മാ